ഈ LDF നിന്നുള്ള കക്ഷികൾ വരുമെന്ന് വളരെ കൃത്യമായി തന്നെ VD സതീശൻ പറയുന്നുണ്ട്. അതിലുള്ള കക്ഷികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിലെ പ്രധാന കക്ഷികളാണ് ഇപ്പോൾ CPI ഒരു പ്രധാന കക്ഷിയാണ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. അത്തരം ആളും ആരോ ഒക്കെ ഉള്ള പാർട്ടി തന്നെയാണോ വരാൻ പോകുന്നത്? അല്ല, നോക്കൂ, നേരത്തെ സഖാവ് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ടത് റബ്ബർ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഉയർത്തി കാണിച്ചാണ് എന്നാണ്. ഒന്ന്, ടെക്നിക്കലി UDF വിടുകയായിരുന്നില്ല, അവരെ UDF നേതൃത്വം പുറത്താക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ വെച്ചിരുന്ന ഒരു ടേം വ്യവസ്ഥയും അതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റും പാലിച്ചില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അത് നിഷാദിനും അറിയാം, കോട്ടയംകാരൻ എന്ന നിലയിൽ എനിക്കും അറിയാം. പക്ഷേ നോക്കൂ, ഇപ്പൊ സഖാവ് കുഞ്ഞിക്കണ്ണൻ പറയുന്നത് ശരിയാണെങ്കിൽ റബ്ബർ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്, റബ്ബറിന്റെ അടിസ്ഥാന വിലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കേരള കോൺഗ്രസിനെ UDF വിടാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ അവർക്ക് LDF വിടാൻ എത്രയോ മനോഹരമായ ഒരു റീസൺ ആണത്. നോക്കൂ, ശ്രീ KM മാണി UDF മന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ച അടിസ്ഥാന വില, ആ വില കൊടുക്കാൻ ഇന്ന് LDF ഒന്നും രണ്ടും ഗവൺമെന്റുകൾക്ക് റബ്ബർ കർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? 200 രൂപ എന്നുള്ളത് 180 രൂപയാക്കി നിജപ്പെടുത്തിയത് ആയതുമായി ബന്ധപ്പെട്ട് റബ്ബർ ഫണ്ട് പ്രഖ്യാപിച്ചത്, ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് പിന്നീട് കൊടുത്തിട്ടുണ്ടോ? മിനിമം റബ്ബർ കർഷകന് 150 രൂപയെങ്കിലും കൊടുക്കണം, അതിന് സർക്കാർ ബാക്കി പൈസ കൊടുക്കും എന്ന് പറഞ്ഞുണ്ടാക്കിയ ഫണ്ട്, റബ്ബർ ബെലവൻ ഫണ്ട്, അത് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ ഇപ്പൊ UDF വിടാൻ അവർക്ക് റബ്ബറായിരുന്നു വിഷയമെങ്കിൽ അതിനേക്കാൾ മനോഹരമായി റബ്ബർ മേഖലയിലെ പ്രതിസന്ധി ഇന്ന് നിൽക്കുകയാണ്. കോട്ടയത്തെ ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജെയ്സൺ ജോസഫ് അടക്കമുള്ള കോട്ടയംകാർക്ക്, പ്രത്യേകിച്ച് നിഷാദും കോട്ടയംകാരനൊക്കെ ആയിരുന്നല്ലോ, അപ്പൊ കോട്ടയത്തെ നമ്മുടെ റബ്ബർ കർഷകന്റെ പ്രയാസം നിങ്ങൾക്കറിയാമല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോ കേരള കോൺഗ്രസിനെ മുന്നണി വിടാൻ ഇത്രയും മനോഹരമായ ഒരു റീസൺ, മനോഹരമായ ഒരു കാലം മറ്റൊന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ മനസ്സിലാക്കുന്നത് താത്വികപരമായും ആശയപരമായും ആ മുന്നണി വിടുകയാണെങ്കിൽ ഏറ്റവും ആദ്യം വിടേണ്ടത് CPI ആണ്. കാരണം കഴിഞ്ഞ കുറെ കാലമായി കമ്മ്യൂണിസ്റ്റുകളല്ല, തങ്ങൾ പിണറായിസ്റ്റുകളാണ് എന്ന് തെളിയിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ആ സംഘം. അതിന്റെ ഭാഗമായിട്ടാണ് അവർ RSSന്റെ വിചാരധാരയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുഴുവൻ തിരുത്തി എഴുതാൻ പോകുന്ന PM ശ്രീയിൽ ഒപ്പിട്ടത്. ആയതുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിൽ അവർ തന്നെ അവരുടെ പാർട്ടി വേദികളിൽ എതിരഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ട്. CPIയുടെ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിൽ അവരുടെ ജില്ലാ കമ്മിറ്റികൾ ആകെ ഈ പറയുന്ന PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിന്റെ നിങ്ങൾ പറയുന്ന കാരണങ്ങളല്ലേ അങ്ങനെ ഈ സന്ദർഭത്തിലെല്ലാം, ഈ വിവാദങ്ങളുടെ എല്ലാം, PM ശ്രീയുടെ സന്ദർഭമായാലും റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും എല്ലാം ആ സന്ദർഭങ്ങളിലൊന്നും ഒരു നിലപാടും ജോസ് കെ മാണി സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാരിനൊപ്പം നിലനിൽക്കുകയുമാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ നിലപാട് തിരുത്തുകയാണ്, അല്ലെങ്കിൽ അന്ന് സർക്കാർ ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ വിവാദങ്ങളൊക്കെ കേരളം ഡിസ്കസ് ചെയ്ത ഘട്ടത്തിലെല്ലാം സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ജോസ് കെ മാണിയും മാണി ഗ്രൂപ്പും ചെയ്തിട്ടുള്ളത്. പിന്തുണ പ്രഖ്യാപിക്കുകയാണ് CPI ചെയ്തിട്ടുള്ളത്, പിന്തുണ പ്രഖ്യാപിക്കുകയാണ് NCP ചെയ്തിട്ടുള്ളത്, പിന്തുണ പ്രഖ്യാപിക്കുകയാണ് JDS ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഏത് കക്ഷിയാണ് ഈ കൊണ്ടുവരുമെന്ന് പറയുന്നത്? അല്ല, നോക്കൂ, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ബഹുജന അടിത്തറ വിപുലപ്പെടുത്തുമെന്നുള്ളതാണ്. അതിപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞില്ലേ? നിങ്ങൾ പറയുന്ന വിസ്മയം അതെന്തോ PR എക്സസൈസിന്റെ ഭാഗമാണ് എന്ന് സഖാവ് കുഞ്ഞിക്കണ്ണൻ പറയുമ്പോൾ, അല്ല വസന്തേ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വ്യക്തികളും കക്ഷികളും വരും, LDF നിന്നും NDA നിന്നും കക്ഷികൾ വരും എന്ന് വെച്ചാൽ കക്ഷി വരണം, അല്ലാതെ ഐഷ പോറ്റിയെ പോലെ ഒരു XMLA വന്നാൽ പോരാ. അല്ല, NDA നിന്ന് മുന്നണി കക്ഷികൾ വന്നില്ലേ ഇവിടേക്ക്? നോക്കൂ, അരികുവൽക്കരിക്കപ്പെട്ട CK ജാനു, അവരുടെ പാർട്ടി, അവർ വന്നില്ലേ? ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ബഹുജന അടിത്തറ, അത് അതിൻ്റെ അകത്ത് ആദിവാസികൾ വരും, SC/ST വരും, അരികുവൽക്കരിക്കപ്പെട്ടവൻ വരും, അങ്ങനെയുള്ള ഒരു ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അതിന്റെ തുടക്കം മാത്രമാണ് ആയത്. ഇനി വിസ്മയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ വാക്കാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നതെങ്കിൽ നോക്കൂ, കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ വിസ്മയം പ്രവർത്തിച്ചില്ലേ? 4-5 മിനിറ്റ് ഭൂരിപക്ഷത്തിലല്ലേ ഞങ്ങൾ എല്ലാ സീറ്റുകളിലും ജയിച്ചു വന്നത്? നിങ്ങളുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആരാണ് വരാൻ പോകുന്നത് എന്നാണ്, ആരാണ് വരാൻ പോകുന്നത് എന്നാണ്. അവിടുന്ന് ആരും വരാനില്ല എന്ന് LDF പറയുന്നു, അവിടുന്ന് ആരും വരാനില്ല എന്ന് CPM പറയുന്നു, ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല എന്ന് മാണി സാറിന്റെ മോനും പറയുന്നു. പിന്നെ ഇത് ആര് വരും എന്നാണ് നിങ്ങൾ പറയുന്നത്? 4 തവണയാണ് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ജോസ് കെ മാണിക്ക് തിരുത്തേണ്ടി വന്നത് കേട്ടോ നിഷാദ്. അങ്ങനെ വായിച്ചോ? ഏറ്റവും ആദ്യം ഞങ്ങൾ ഒറ്റക്കെട്ടായി പോകുമെന്നും തുടരുമെന്നും പറഞ്ഞ അതേ ജോസ് കെ മാണി അത് കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു പോകും, തീരുമാനിച്ചാണ് ആ തീരുമാനത്തിലേക്ക് എത്തുക എന്ന് തിരുത്തിയിട്ടുണ്ട്. അതുകൂടി രാഷ്ട്രീയ ലൈനായി വായിക്കേണ്ടതുണ്ട്.